നമ്മൾ എവിടെയോ എത്തി എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഉയരാൻ കഴിയുക? അന്നേരം ഇപ്പോൾ അതിനെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. ആത്മസാക്ഷാത്കാരത്തിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ തിരിച്ചറിയുന്നതും ആത്മാവിന്റെ സ്വരൂപത്തെ മനസ്സിലാക്കുന്നതുമാണ്. സ്വരൂപസിദ്ധി എന്ന് പറയുന്നത് ഭഗവാന്റെ ആധ്യാത്മിക ലോകത്തിൽ നമ്മൾ ഭഗവാന്റെ ആരാണ്, നമ്മൾ അവിടെ ഭഗവാന്റെ ഗോപികയാണോ ഗോപനാണോ എന്ന ആ സ്വരൂപത്തെ തിരിച്ചറിയുന്നതിനെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതും തിരിച്ചറിയുക മാത്രമല്ല, ആ സ്വരൂപത്തിൽ ഭഗവാന്റെ സേവനം ചെയ്യണം. അത് മരിച്ചതിന് ശേഷമല്ല, ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ. അതാണ് ആചാര്യന്മാരൊക്കെ. അവർ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ ശരീരത്തിൽ ഇരിക്കും, പക്ഷെ ആത്മീയ തലത്തിൽ അവർ എപ്പോഴും ഭഗവാന്റെ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ആത്മാവിന് സ്ഥലത്തിൻ്റെയോ പരിമിതികളൊന്നുമില്ല. മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഗോലോകത്ത് പോകാൻ പറ്റൂ എന്നല്ല. ആത്മാവിന് എപ്പോഴും ഗോലോകത്തിരിക്കാം, ഇവിടെ ഈ ശരീരം ഇരിക്കുമ്പോൾ പോലും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.